ഹായ്, ലേൺസ്ഫിയർ SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ 10 കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവുകളൊക്കെ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ മോർണിംഗ് ബൂസ്റ്റർ വെച്ചിട്ടുണ്ട്, ഈ എക്സാമിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് രാവിലെ 5 മണിക്കാണ് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത്. ആ ടൈമിൽ തന്നെ വന്ന് നോക്കാം കേട്ടോ. അതുപോലെ നമ്മൾ പബ്ലിക് എക്സാം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനകത്ത് പ്ലേലിസ്റ്റിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മലയാളം ഫസ്റ്റിൻ്റെയും ഒരുപാട് സബ്ജക്ട്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. നോക്കിയാൽ മാത്രം പോരാ, അതൊക്കെ അതുപോലെ ഒന്ന് പഠിക്കുക. നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതൊക്കെ ഫ്രീ ആണ് കേട്ടോ, നമ്മളത് പൈസ വെച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനായാലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? 10ാം ക്ലാസ്സിലെ അശ്വമേധം എന്ന് പറയുന്ന ചാപ്റ്റർ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. നമ്മുടെ വയലാർ രാമവർമ്മയുടെ മുളങ്കാട് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് അശ്വമേധം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മറിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഈ അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാഗമാണ്, ഒരു പൂജയാണ്. അതെന്താണെന്ന് ആദ്യം പറഞ്ഞേക്കാം. അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരയാണ് അല്ലേ? അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അശ്വം സാധാരണ നിങ്ങളൊക്കെ കുതിരേനെ കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന കുതിരയുടെ കളറല്ല അശ്വമേധയാഗത്തിന് യൂസ് ചെയ്യുന്ന കുതിരയുടെ കളറ്. വെള്ള കളറുള്ള കുതിരയായിരിക്കും. മനസ്സിലായോ? അത് പണ്ട് രാജാക്കന്മാർ ഓരോ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോ യാഗങ്ങൾ നടത്തുമായിരുന്നു, ഓരോ പൂജകൾ നടത്തും. അപ്പോൾ ആ സമയത്ത് ഈ കുതിരേനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. യാഗം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ആ കുതിരേനെ ഇവർ അഴിച്ചു വിടും. ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് ഈ കുതിര പോകുന്നത്, ആ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ രാജാവിന് യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പെർമിഷൻ എടുത്താണ് പറയുന്നത്. ആ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഈ രാജാവ് യുദ്ധം ചെയ്യും. ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ യുദ്ധം ചെയ്യും. അതിനൊക്കെ ഈ പോകുന്ന അശ്വത്തിന് ആരും എന്ത് ചെയ്യില്ല, കെട്ടിവെക്കില്ല. കാരണം അത് പേടിയാണ് എല്ലാവർക്കും. കാരണം ഇത് പോകുന്ന വഴിക്കൂടെ ഉള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് രാജാവിൻ്റെ അധീനതയിൽ വരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യും. ആരാണോ ജയിക്കുന്നത് അവർക്ക് ആ രാജ്യം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളതെന്ന് ആദ്യം നിങ്ങളുടെ മൈൻഡിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, ടെക്സ്റ്റ് വെച്ച് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ മീനിങ് സെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ആരാണ് എൻ്റെ കുതിരേനെ കെട്ടി നിർത്താൻ, അല്ലെങ്കിൽ ആരാണ് അത് പോകുന്ന മാർഗത്തിനെ തടഞ്ഞു നിർത്താൻ എന്ന് കവി ചോദിക്കുവാണ്. ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. അതായത് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? ഇതിൽ പല സ്ഥലങ്ങളിലേക്ക് പല ഭാഗങ്ങളിലേക്കായിട്ട് സർഗശക്തിയാം ഈ കുതിരയെ എന്ന് പറയുന്നുണ്ട്. അതായത് കവിയുടെ അശ്വത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കവിയെ സംബന്ധിച്ച്, ഒരു കവീനെ സംബന്ധിച്ച്, ഓക്കെ, ഒരു കവീനെ സംബന്ധിച്ച് ആ കവിയുടെ അശ്വം എന്ന് പറയുന്നത് എന്താണ്? രാജാവിനെ സംബന്ധിച്ച് ഇപ്പോൾ അശ്വം എന്ന് പറയുമ്പോൾ കുതിരയാണ്. സാധാ നമ്മൾ പറഞ്ഞു കുതിരയാണ്. ഓക്കെ, ഒരു കവിയെ സംബന്ധിച്ച് അശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയല്ല, ആ കവിയുടെ രചനകളാണ്. അത് കവിതയാവാം, കഥകളാകാം, നോവലുകളാകാം, എന്ത് വേണമെങ്കിലും ആവാം. മനസ്സിലായോ? എന്ത് വേണമെങ്കിലും ആവാം. അപ്പം ഇവിടെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇതാണ്, അതായത് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്ന് പറയേണ്ടത്. സർഗശക്തി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും മനസ്സിൽ, അതായത് ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ സ്വയം നേടിയെടുക്കുന്ന, പുറമേൽ നിന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തിൽ നിന്ന് നേടിയെടുക്കുന്നതായിട്ടുള്ള കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കവിയുടെ സർഗാത്മക കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർഗാത്മക ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിക്ക് എന്തൊക്കെ കഴിവുകളാണോ ഒരു കവിത എഴുതാൻ, അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതാൻ എന്തോരം അതിനകത്തേക്ക് കഴിവുകൾ എടുക്കാൻ പറ്റുന്നുണ്ടോ, ആ കഴിവുകളെല്ലാം കവി ആ ഒരു എന്താ പറയുക മറ്റ് ലോകത്തിന് മുമ്പിലേക്ക് തുറന്നിട്ട് വിട്ടേക്കാണെന്ന്, അഴിച്ചിട്ട് വെക്കാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? കവിതയുടെ ആ ഒരു രചന, അതാണ് ഇവിടെ അശ്വം, കുതിര എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. കവിത അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കവിതയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അശ്വം അതായത് കവിയുടെ എന്താ പറയുക, കവിയുടെ സൃഷ്ടിയായിട്ടുള്ള ഈ കവിതേനെ, സർഗാത്മക സൃഷ്ടിയായിട്ടുള്ള ഈ കവിതേനെ പല ദിക്കുകളിലേക്കായിട്ടുള്ള ലോകത്തിലേക്ക്, അതായത് ലോകത്തിലേക്ക് കവി എന്ത് ചെയ്യാണ്? വിട്ടയക്കാണ്.
അങ്ങോട്ട് എല്ലാവരിലേക്കും അങ്ങോട്ട് വിട്ടുകൊടുക്കുവാണ്. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അശ്വമേധ യാഗം നടത്തുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അശ്വമേധ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്തായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അതുപോലെയുള്ളൊരു അശ്വമേധ യാഗമാണ് ഞാൻ എൻ്റെ അശ്വത്തിനെ വച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് കവി പറയുന്നത്. കവിയുടെ അശ്വം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഓർക്കുക, കവിയുടെ രചനകളാണ്. മനസ്സിലായോ? അതിപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇവിടെ ഒരു വാക്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു വാക്കിന് തന്നെ എന്തുണ്ട്, 2 ഡബിൾ മീനിങ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഡബിൾ മീനിങ്ങിലാണ് കവി ഇത് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ ഈ ലോകത്തിലേക്ക് വിശ്വസംസ്കാര വേദി, അതായത് മൊത്തം നമ്മുടെ ഈ ലോകത്തിലേക്ക് മൊത്തത്തിൽ കവി ഈ കവിയുടെ രചനകളെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുവാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്താ പറയണേ നോക്കിക്കേ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തി പായുമേൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. അതായത് നിങ്ങൾ എൻ്റെ ഈ കുതിരേനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമാക്കുന്നത് ഈ കവിയുടെ രചനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അതിൽ ഡബിൾ മീനിങ് ആണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം തോന്നുന്നത് കേട്ടോ. അതിൻ്റെ എന്നിട്ട് പറയുന്നുണ്ട്, അതിന് കുതിരയെ ചെമ്പൻ കുതിരയെ, സാധാ കുതിരയല്ല ചെമ്പൻ കുതിരയാണെന്ന് പറയുന്നത്. അത് പറഞ്ഞോളൂ. നമ്മൾ അശ്വമേധയാഗത്തിന് യൂസ് ചെയ്യുന്നത് വെള്ള കുതിരേനെയാണ്. ഓക്കെ, അശ്വമേധ കുതിര എന്ന് പറയുന്നത് വെള്ള കുതിരയാണ്. അപ്പോൾ ഇവിടെ ചെമ്പൻ കുതിര എന്ന് കവി പറയണം, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തൊരു ഉന്മേഷമാണ് അതിൻ കണ്ണുകളിൽ, എന്തൊരു ഉത്സാഹമാണ് അതിൻ കാലുകളിൽ. അതിന്റെ കണ്ണുകളിൽ എന്തൊരു ഉത്സാഹമാണ്, അതുപോലെ അതിന്റെ കാലുകളിൽ എന്തൊരു ഉത്സാഹമാണെന്ന് പറയാണ്. എന്തൊരു ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടിയാണ് അതിന്റെ ആ ഒരു കണ്ണും കാലും ഒക്കെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. കോടി കോടി പുരുഷാന്തരങ്ങളെ കൂടി നേടിയതാണ് അതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണ് അതിൻ സിദ്ധികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോടി കോടി പുരുഷാന്തരങ്ങളിൽ എന്ന് പറഞ്ഞാൽ കോടി കോടി വർഷങ്ങളിലൂടെ സ്വായത്തമാക്കി എടുത്തിട്ടുള്ള ഒരു കഴിവാണ് അതിനകത്ത് വരുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എന്താണ്, പ്രകൃതിയെ മല്ലിട്ട് വെട്ടി പ്രകൃതിയോട് പോരടിച്ച് നേടിയിട്ടുള്ള കുറേ വിജയങ്ങളും നമുക്ക് ഈ കവിതകളിൽ കാണാം. മനസ്സിലായോ? ഈ കവിത ഇപ്പോൾ ഈ നമ്മളുടെ കവി ഇതിനകത്ത് പറയുന്നത് ഈ കവിനെ കുറിച്ച് മാത്രമായിട്ടല്ല, മൊത്തത്തിൽ എല്ലാ സാഹിത്യ രൂപങ്ങളിലും നമുക്ക് കാണാം. ഓരോ കവികളും കഥകൾ, അല്ലെങ്കിൽ എന്താണ് കവിതകൾ, നോവലുകൾ, ചെറുകഥ, കഥ, പല പല വിഭാഗത്തിൽപ്പെട്ട രചനകൾ എഴുതുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഈ ലോകത്തിലേക്ക് തന്നെയാണ് ഇതെല്ലാം വരണത് അല്ലേ. അപ്പോൾ അവർ ഒരുപാട് പൊരുതി നേടിയിട്ടുള്ള വിജയമാണ് അവരെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എഴുതിക്കാനായിട്ടുള്ളൊരു പ്രചോദനം അവർക്ക് തരുന്നത് പല പല അനുഭവങ്ങളിലൂടെയുള്ള അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ പ്രചോദനങ്ങളിൽ കൂടിയാണ് അവർ ഓരോ രചനകൾ എഴുതുന്നത്. അത് കഥയായാലും കവിതയായാലും ഏത് രചനയായാലും. ഓക്കെ, അത്ര നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ എന്താ പറയണെന്ന് നോക്കിയേ. മന്ത്രമായൂര പിച്ചിക ചാലന തന്ത്രമല്ല അതിൻ സംസ്കാര മണ്ഡലം. അതിനകത്ത് വേറെ തന്ത്രങ്ങളൊന്നുമില്ലാന്ന് മനസ്സിലായോ? ആരെയും പറ്റിക്കലോ കാര്യങ്ങളോ ഒന്നും വരണില്ല. ഒരു തരത്തിലുള്ള തന്ത്രങ്ങളും സൂത്രങ്ങളും ഒന്നും അതിൽ വരണില്ല. കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചൻ പ്രാപിതാമഹർ, അതായത് പിന്നെ കണ്ടതാനെ കുതിരയെ കാട്ടുപുൽ കണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ, കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റു പാടി പഠിച്ച മുത്തശ്ശിമാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യൻ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് പണ്ട് എങ്ങനെയായിരുന്നു? കാട്ടിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പണ്ട് കാട്ടിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പുരാതന മനുഷ്യൻ എങ്ങനെയായിരുന്നു ഉള്ളത്. ആദ്യമായിട്ട് മനുഷ്യൻ എങ്ങനെയായിരുന്നേ? കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് അതിൽ നിന്ന് എടുത്തിട്ടാണ് അവരുടെ ഫുഡായാലും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ അപേക്ഷിച്ച് നോക്കി ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ പരിശ്രമങ്ങൾക്ക് ഫലമായിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള ഒരു മനുഷ്യജീവിതം സ്വായത്തമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതാണ് പറയുന്നത്. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ അവരൊക്കെ കാട്ടിലായിരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് തുടങ്ങി ഉണ്ടായിരുന്ന മനുഷ്യർ കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? പിന്നെ എന്താണ് പറയണേ? ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു കാണിയിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ഈ കുളമ്പുകൾ. അതായത് പണ്ടത്തെ നിങ്ങൾക്കറിയാം, ഒരുപാട് സമരങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അല്ലേ. സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലാത്ത സമരങ്ങൾ ഉണ്ടായിരുന്നു, കുറേ സമരങ്ങളും കുറേ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അതിനെയൊക്കെ എന്താണ് അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, സ്വാതന്ത്ര്യ സമരം. നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് മരിച്ചു പോയിരുന്ന ആളുകളുടെ ഒരുപാട് മരണങ്ങൾ കണ്ടു പോയിട്ടുണ്ട് ഈ കവികൾ. മീൻസ് പണ്ട് തുടങ്ങിയുള്ള ഒരുപാട് കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം കൂടി ഒത്തിണക്കിയാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തുള്ള ഒരു കാര്യമല്ല പറയുന്നത്, കാലങ്ങളായിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് കവിയുടെ പറയുന്നത്. മനസ്സിലായോ? കവി നമ്മുടെ കവിനെ മാത്രമല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ എല്ലാ കവികളെയും കൂടി ഒന്ന് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കലാകാരന്മാരുടെയും കലാസൃഷ്ടി എങ്ങനെയാണ്, ഇതുപോലെയാണെന്ന് തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ പറയുന്നത് നോക്കിയേ, എത്ര കൊറ്റക്കുടകൾ, ഒരു മിനിറ്റ് അത് മാറിപ്പോയി, നോക്കിക്കോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ധൃതരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണി കൂടുകൾ അക്കുളം പടിയേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ഭരണരീതി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ എങ്ങനെയാണ് പണ്ടത്തെ ഭരണരീതി നമുക്കറിയാമല്ലേ. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു ടൈമുണ്ട്. ആ ടൈമിനെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൂടുതൽ പ്രതിപാദിക്കുന്നത്. മനസ്സിലായോ? ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഇടയിലാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് കലാകാരന്മാർ അവരുടെ രചനകൾ വഴി എന്താണ് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് കലാകാരന്മാരുടെ ആ ഒരു പ്രചോദനം ഒത്തിരി ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് മനുഷ്യനുണ്ടായ കാലഘട്ടം തുടങ്ങിയ പല രീതിയിലുള്ള രചനകൾ നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ പതിഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ് പറയുന്നത് നോക്കിയേ, കുഞ്ചുരോമങ്ങൾ തുള്ളിച്ച് സഞ്ചരിച്ചോ ചെമ്പൻ കുതിരയെ പണ്ട് ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്ന് പളപ്പാളയങ്ങളിൽ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? പണ്ട് സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് കൂടുതൽ പാടിപ്പോകത്തില്ല, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള രചനകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ ഒരു കാലഘട്ടത്തിൽ രാജാവിനെ പറ്റി, രാജാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നിരുന്ന കവിതകളും കഥകളും രചനകളും ആയിരുന്നു. ഓരോ കാലഘട്ടത്തിൽ അവർ നിർബന്ധിതരാവുകയാണ്. എനിക്ക് ഇന്ന കാര്യം ചെയ്യാനാണ് ഇഷ്ടം, ഇന്നതിനെക്കുറിച്ച് എഴുതാനാണ്, കവിത അല്ലെങ്കിൽ കഥ എഴുതാനാണ് ഇഷ്ടം, രചന എഴുതാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ചെയ്യാനുള്ള ഒരു സാങ്ഷൻ, അനുമതി. മനസ്സിലായോ? അനുമതി അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ഈശ്വരനെ കുറിച്ചായിരുന്നു കൂടുതലും പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കാലഘട്ടം വന്നപ്പോൾ എങ്ങനെയായി? രാജാക്കന്മാരെക്കുറിച്ചും രാജസദസ്സുകളെക്കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യങ്ങൾ വന്നു. അത് ഇഷ്ടമുണ്ടായിട്ടാവണമെന്നില്ല. മനസ്സിലായോ? മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ടുമായിരിക്കാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആഗമതത്വ വേദിയിൽ വന്നുപോൽ യോഗദണ്ഡിലിതിനെ തളയ്ക്കുവാൻ എൻ്റെ പൂർവികർ എൻ്റെ പൂർവികർ വിശ്വവിജയികൾ അങ്കമാടി കുതിരയെ വീണ്ടെടുത്തതണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കഷ്ടപ്പാടുകൾ തരണം ചെയ്തിട്ടാണ് കവികൾക്ക് അവരുടേതായ രീതിയിലുള്ള കവിതകളോ അല്ലെങ്കിൽ കഥകളോ രചനകളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഭരണകൂടത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മേൽപ്പത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏത് ആൾക്കും കവിത എഴുതാം, കഥ എഴുതാം, രചനകൾ എഴുതാം. അവരുടെ രചനകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ വായിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്തെന്ന് വരും. പക്ഷെ എല്ലാവർക്കും എന്ത് എഴുതണം എന്നുള്ളത് ആ എഴുതുന്ന ആളുടെ ഇഷ്ടം പോലെയാണ്. ആരെയും കമ്പനിങ് ഒന്നും വരുന്നില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ടൈമിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ കവികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നവർക്കൊക്കെ, സാഹിത്യകാരന്മാർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പടപ്പൊരുതി നേടിയെടുത്തതാണ് ഈ വിജയം. മനസ്സിലായോ? ഇന്നത്തെ കാലത്തുള്ള പോലെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് എഴുതാനുള്ള ഒരു അവസരം ഒരുപാട് കാലഘട്ടത്തിന്റെ ആ ഒരു പ്രയത്നത്തിലൂടെ വന്നു കിട്ടിയതാണെന്നാണ് കവി ഇവിടെ പറഞ്ഞു വരുന്നത്. മണ്ണിൽ നിന്ന് പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ, നേടിയതാണ് അവരോട് ഞാൻ എങ്ങനെ നാടുണർന്നോരു നാളി കുതിരയെ.
അതായത് ഈ ഈ യുഗത്തിന്റെ ഒരു ചൈതന്യ ശക്തിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ലോകത്തില് ഇപ്പോഴത്തെ ആ ഒരു ടൈമിലുള്ള കാര്യമാണ് കവി ഉദ്ദേശിക്കുന്നത്. അതായത് സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്വന്തമായിട്ട് രചനകൾ എഴുതാനായിട്ടുള്ള നമുക്ക് സ്വന്തമായിട്ടുള്ള കഴിവുകളാണ്. ആ കഴിവുകളൊക്കെ ഇന്നത്തെ ഈ ലോകത്ത് ഈ യുഗത്തിൽ നന്നായിട്ട് വിനിയോഗിക്കുവാനായിട്ട് കവിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് അവിടെ കവി ഉദ്ദേശിക്കുന്നത്. ദിഗ്വിജനത്തിനൻ സർവശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ, ആരൊരാളി കുതിരയെ കെട്ടുവാൻ, ആരൊരാളിതിൽ മാർഗം മുടക്കുവാൻ. അതായത് ഞാൻ എൻ്റെ സർഗാത്മക ശക്തി ഉപയോഗിച്ചിട്ടുള്ള ഈ കവിതകൾ, കഥകൾ, രചനകൾ ഇതൊക്കെ ഇങ്ങനെ ലോകത്തിലേക്ക് അയച്ചു വിടുകയാണ്. ഇതിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാനോ ഇനി ആരാണോ ഉള്ളതെന്ന് കവി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരുപാട് പേര് ഇതിനൊക്കെ തുനിഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം അതിനൊന്നും തടഞ്ഞു നിർത്താൻ ഒരാളില്ല. അപ്പൊ കവി അന്നത്തെ ആ കാലഘട്ടവും ഇന്നത്തെ ആ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്തത, മനസ്സിലായോ? അന്നത്തെ കാലവും ഇന്നത്തെ കാലം തമ്മിലുള്ള രചനകളിൽ വന്നിട്ടുള്ള വ്യത്യസ്തത കൂടുതലായിട്ട് നമ്മളുടെ അടുത്ത് ഈ കവിതയോടെ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അശ്വമേധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആശയമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ എല്ലാ ലൈനിൻ്റെയും മീനിങ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആശയം പഠിച്ചു വെക്കുക. ആശയം എന്തായാലും പഠിച്ചു വെച്ചാലാണ് നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഡബിൾ മീനിങ് ആണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ചാപ്റ്ററിൽ, മനസ്സിലായോ? ഇതിൽ ശരിക്കും അശ്വമേധം എന്ന് പറയുന്നത് അശ്വം, ഇതിലെ കുതിര എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും കവിയുടെ രചനകളെയാണ് ഇവിടുത്തെ അശ്വമായിട്ട് നിങ്ങൾ കാണുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഓക്കെ, അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇതിനകത്ത് ആശയം കേട്ടോ. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി ആവശ്യമുണ്ട്, ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഒക്കെ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെയൊക്കെ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുക്കാം. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്ത് തരാം. ടൈം കുറച്ച് വൈകിയെന്ന് അറിയാം, എന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.